അപ്പൊ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ എന്തോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്? പട്ടിയാണ്. പട്ടി ഓൾറെഡി ഒരെണ്ണം ഉണ്ടല്ലോ. എന്തുവാ കൊണ്ടുവന്നിരിക്കുന്നത് ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റും. പൂച്ച. കുതിരയൊന്നുമല്ല. എന്തെങ്കിലും ഗസ് പറ. ഗൈസ്, ഞാനിങ്ങനെ ബൈക്കിൽ കൂടെ പോകുമ്പോഴാണ് ഒരാളിങ്ങനെ പെതുക്കെ റോഡൊക്കെ ക്രോസ് ചെയ്തത് കണ്ടത്. പിന്നെ വെറുതെ വേറൊരു വണ്ടി കയറി ചാവണ്ടെന്ന് വെച്ച് ആളെ ഞാൻ വീട്ടിലോട്ടേക്ക് തൂക്കി. മോനെ മുത്തേ, ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ. ആടോ സിജി ഇങ്ങോട്ട് നോക്ക്. അതൊക്കെ എന്തു ഗസ് പറ. പൂച്ചലോക്കിയല്ല അമ്മ എന്തോ ഗസ് ചെയ്തിരിക്കുന്നത്? പട്ടിയെ ഗസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാവേ. ഗൈസ്, അപ്പൊ നമ്മള് വേറൊന്നുമല്ല കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആമയാണ്. വഴി കിടന്നാണ് എനിക്ക് സാധനത്തിൽ കിട്ടിയത്. ഇതെന്തോ ചോദിച്ചു നോക്കാം. നൈസിനെ കേറിയിട്ട്. അമ്മ തുറന്നമ്മേ. അമ്മ ഇതെന്തുവാ? അമ്മ ഇതെന്തുവാ? ആമാ എന്തുവാ? താഴെ ഇടല്ലേ കേട്ടോ, താഴെ ഇടല്ലേ. ഞാൻ വഴി കിടന്ന് കിട്ടിയതായിരുന്നു. ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് വന്നു. സാറ് എടുത്തോണ്ട് അടുപ്പിക്കില്ലേ? അതോട്ട് പേടിക്കണ്ട. അപ്പൊ നമുക്ക് ഗൈസ് ചെറുതായിട്ടൊന്ന് ഇറക്കി വിട്ടു നോക്കാം ആളെ. സാറെ എടുത്തടിപ്പിക്കില്ല. സാറെ മാറ്റിക്കും. സാറെ റൂമിലോട്ട് എത്തിക്കുക. സാറ് വേണ്ട. നമ്മള് പുതിയ ഗസ്റ്റ് ആട്ടോ. എടാ കേറ്റി സാറെ കേട്ടി റൂമിൽ കേട്ടി സാറെ റൂമിൽ കേട്ടി. ഗൈസ്, അപ്പൊ ആളെ ഇറക്കാൻ പോവുകയാണ്. ഞാൻ മാത്രമേ എന്റെ തല കണ്ടുള്ളായിരുന്നു. അമ്മയൊന്നും കണ്ടിട്ടില്ല. അനങ്ങുമെന്ന് നോക്കാം. നമുക്ക് എത്ര നേരം കഴിഞ്ഞിട്ട് അനങ്ങുമെന്ന്. ചുച്ചുരു നേരമായി, ഇതുവരെ അനങ്ങിയിട്ടില്ല ആള്. പറയാൻ എന്തേലും അമ്മേ നടക്ക്. ആള് പേടിച്ചിരിക്കും. തലയൊന്നും പുറത്തോട്ടൊന്നും കൊണ്ടുവരുന്നില്ല. അപ്പൊ ചെറുതായിട്ട് തലയൊന്ന് ഇറക്കിയിട്ടുണ്ട്. ഞാൻ കാണിക്കാം. ചെറുതായിട്ട് തല പുറത്തു വന്നു. ഫുള്ളി പുറത്തു വന്നിട്ടില്ല. നീ വെയിറ്റ് ചെയ്യണം. ആളൊന്ന് റെഡി ആവാതെ തല പുറത്തോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറുതായിട്ട് അവള് പുറത്തിട്ടുണ്ട്. കണ്ട. പക്ഷെ ആദ്യം ഇങ്ങനെ പുറത്തോട്ട് ഇട്ടായിരുന്നു. പക്ഷെ അപ്പം തന്നെ അവള് പുറലോട്ടായി. കാരണം ഞാൻ ജസ്റ്റ് ഫോൺ ഒന്ന് മൂവ് ചെയ്തായിരുന്നു ഞാൻ ഇവിടുന്ന്. ആ മൂവ് ചെയ്ത സമയത്ത് തന്നെ അവള് തല അകത്തോട്ടാക്കി. പക്ഷെ ഇപ്പം തന്നെ പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് മൂവ് ചെയ്ത അപ്പം തന്നെ അവള് തല അകത്തോട്ട്. അമ്മയ്ക്ക് ആമ ഇഷ്ടമാണോ അമ്മേ? ചെയ്ത് തലയൊക്കെ അകത്തോട്ട് കയറ്റിയത് ഞാൻ കണ്ടത്. ഭയങ്കര ഓട്ടമായിരുന്നു കേട്ടോ. ആണ് മുടിഞ്ഞോട്ടോ. ഞാൻ കഷ്ടപ്പെട്ടു ഒത്തിരിയും പിടിക്കാനായിട്ട്. ഞാൻ ഇങ്ങനെ എടുത്തോണ്ടെങ്കിൽ പോകുന്നു. അപ്പൊ തല ഫുള്ളായിട്ട് പുറത്ത് വന്ന് കണ്ടിട്ട് കാണാൻ ഇങ്ങോട്ടല്ല നോക്കുവാണ്. എന്തുവന്ന് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ടിരിക്കുക. ആളിങ്ങനെ സ്ഥലങ്ങളൊക്കെ നോക്കി. ഇതൊക്കെ ഏതാണ് സ്ഥലം? എനിക്ക് കണ്ടത്തിന് കിട്ടിയതായിരുന്നു. ഇതേതാ സ്ഥലം എന്നൊക്കെ ആളിങ്ങനെ പെതുക്കെ നോക്കിക്കൊണ്ടിരിക്കുക. കാലി വന്ന് പെതുക്കിനി മൂവ് ചെയ്യാൻ തുടങ്ങുമായിരിക്കും. പെതുക്കെ മൂവ് ചെയ്ത് നമുക്ക് തലയെല്ലാം ഫുള്ളായിട്ട് വന്നു. എന്നിട്ടാ ചെറുതായിട്ട് മൂവ് ചെയ്തോടെ. നമ്മുടെ ലൈറ്റിൻ്റെ അവിടോട്ടാവും ചെറുതായിട്ട് മൂവ് ചെയ്യുന്നത്. നല്ല സ്പീഡ് കേട്ടോ. ഓട്. നല്ല സ്പീഡ് ഓടും കേട്ടോ. പറക്കുന്നു. ഞാൻ മൂവ് ചെയ്തിട്ട് പോലും ആൾ അടഞ്ഞിട്ടില്ല കേട്ടോ. തലയടച്ച് ഞാൻ പെതുക്കി ഇങ്ങനെ വരുന്നതനുസരിച്ച് ആളുടെ തലയെല്ലാം അകത്തോട്ട് കയറി ഒന്ന് മാറി നോക്കാം. മൂവ് ചെയ്ത് നോക്കാം. പെതുക്കെ മൂവ് ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ എണ്ണിച്ച് വന്നപ്പോഴത്തേക്ക് ആൾ പിന്നെ ഇരുന്ന് കേട്ടോ. ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഞാൻ വരുന്നതൊക്കെ. എടി ബാടി, നിന്റെ തല കാണാനായിട്ട് അമ്മയൊക്കെ വെയിറ്റിംഗ് ആയിട്ടിരിക്കും. നിന്റെ തലയൊന്ന് കാണാൻ വേണ്ടി, നീ ഒന്ന് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന കാണാൻ വേണ്ടി ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ്. ഗൈസ്, അപ്പൊ ആളെ നമ്മള് വെള്ളത്തിലോട്ട് ഇറക്കാൻ പോവാണ്. ഇപ്പം പുറത്ത് അക്യൂറിയം ഉണ്ട്. പക്ഷെ ഇച്ചിരി അഴുക്കായി കിടക്കും. അത് ക്ലീൻ ചെയ്തിട്ട് നാളെ ഇവിടെ ഇറക്കണം. എന്തായാലും ഇപ്പം ചെറിയ രീതിയിൽ വെള്ളത്തിലോട്ട് ഇറക്കുവാണ്. തലയൊക്കെ ചിലപ്പോൾ ഇടാൻ സാധ്യതയുണ്ട്. പക്ഷെ നോക്കാം. ഗൈസ്, അപ്പൊ പുറത്തോട്ടൊന്നും വരുന്നില്ല. ഞങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കും. ഗൈസ്, അപ്പം ചെറുതായിട്ട് തല പുറത്തോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ബാക്കിയുടെ ഇതുവരെ വന്നില്ല. ഗൈസ്, അപ്പം തല ചെറുതായിട്ട് പൊക്കിയിട്ടുണ്ട്. ഗൈസ്, അപ്പൊ പെതുക്കെ ഇങ്ങനെ തല വെളിയിലോട്ട് വരുന്നുണ്ട്. പെതുക്കെയാണ് പക്ഷെ വരുന്നത്. ഇനിയിപ്പോൾ കൈയോടെ വരുമെന്നോ? കൈയും കാലും ജസ്റ്റ് വെള്ളത്തിന്റെ മണ്ടക്കൂടി പെതുക്കെ ഇങ്ങനെ വന്നു. ഗൈസ്, അപ്പൊ ചെറുതായിട്ടാണ് മൂവ് ചെയ്ത് തുടങ്ങി. അനങ്ങല്ലേ മണ്ടക്കൂടി തലയിട്ടിങ്ങനെ നോക്കി.
ഇതൊക്കെ ആള് നോർമലായി വരുവാണ്. നീങ്ങി മുട്ടേ, നീങ്ങി പാമ്പിനെ പോലുണ്ടല്ലോ തല കണ്ടിട്ട്. തല പൊക്കിയപ്പോഴത്തേക്ക് ഇല്ലായി കേട്ടോ. ഓടി 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 ഓടി. പക്ഷെ എനിക്കൊരു പേടിയുണ്ട് ഈ ബക്കറ്റിൽ നിന്ന് മണ്ടക്കോട്ട് വീഴുമോ. ഗൈസ് അപ്പം ഇപ്പൊ എന്നെ പേടിയൊന്നുമില്ല കേട്ടോ. ഞാൻ ഇവിടെ വന്ന് നിൽക്കുക. പക്ഷെ എന്നാലും ആള് തലയൊന്നും അകത്തോട്ട് പോയില്ല, ചെറുതായിട്ട് ഇങ്ങനെ ഇണങ്ങി വരുന്നുണ്ട്. പക്ഷെ ഇതെനിക്കൊരു പേടിയുണ്ട്, കാരണം ഈ ചെറിയ ബക്കറ്റ് ആയതുകൊണ്ട് ഇവിടെ ചാടി പോകാൻ സാധ്യത. രാവിലത്തേക്ക് തോന്നുന്നു ചിലപ്പോൾ ആളെ കാണാതെ. അതുകൊണ്ട് വലിയൊരു ബക്കറ്റിലോട്ട് എന്തായാലും മാറ്റണം. കേട്ടോ കൈ ഇത്രയും പോയിട്ട് പോലും ആൾക്ക് പേടിയില്ല കേട്ടോ. ഇപ്പൊ ആയി വരും. ഞാൻ ചെറുതായിട്ടൊന്ന് തൊട്ട് നോക്കാം, അടയ്ക്കുമോ നോക്കാം. തൊട്ടു, ഇപ്പൊ കുഴപ്പമില്ല ആള്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്ന ടൈം എടുക്കുമായിരിക്കും. ചെറുതായിട്ട് തല പോകുന്നുണ്ട് അകത്തോട്ട്. ഇപ്പൊ നമ്മള് കൊല്ലത്തില്ലെന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട് ആൾക്ക്. ഇപ്പം വെള്ളം സെറ്റായിട്ടുണ്ട്. ഇപ്പൊ ആളെ മാറ്റാൻ പോവാണ്. എടുക്കുമ്പോ കൈ താഴോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. എന്റെ കൈ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. മോനെ മുത്തേ, എന്റെ കൈ തല 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 അകത്തോട്ട് പോയില്ല കേട്ടോ. ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ ഇത്ര നേരം കൊണ്ടുവന്ന ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞു ആള്. തല ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. പേടിയൊക്കെ മാറിയെന്ന് തോന്നുന്നു. ഇതൊക്കെ വേറെ വെള്ളത്തിലോട്ട് ഇടുവാണേ. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുക. എന്റെ കയ്യിലാണെങ്കിൽ ആളിരിക്കുവാണ്, തലയെല്ലാം പൊങ്ങിയിരിക്കുക. പക്ഷെ ക്യാമറ വന്നപ്പോഴത്തേക്ക് അടിയിലോട്ട് പോയി കേട്ടോ. എന്റെ കറക്റ്റ് എന്റെ ഈ തന്നെ ഇരിക്കുകയാണ് ആള്. സെറ്റാണ്. എന്റെ തല വെതുക്കെ പുറത്തോട്ട് വരുന്ന പേടിയൊക്കെ മാറി വരുവാണ്. കൊണ്ടുവന്ന് എന്റെ സ്ലീവ് ചെയ്യണേ, വിടുവാണേ. പൊക്ക 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 പൊക്ക. അടിയിലോട്ടങ്ങ് പോയി. നമ്മളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മളെ വിളിച്ചിരിക്കുവാണ്. അങ്ങനെ ഗൈസ് നമ്മുടെ ആമതണ്ട വെള്ളത്തിലോട്ടിറങ്ങി നമ്മളിൽ നിന്ന് ദൂരത്തോട്ട് പോവാണ്. പോയി ഗൈസ്, ആളുടെ പൊടി പോലും ഇല്ല.